ഇടതുപക്ഷ ആശയങ്ങൾ കഥാപാത്രത്തിലേക്ക് ആവാഹിച്ച് അതെല്ലാം താത്വിക അവലോകനങ്ങളായി പുറത്തുവിടുന്നത് ആരാണെന്നറിയോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഗോവിന്ദ മാഷായിരിക്കുന്നു. നെഹി തന്റെ വ്യത്യസ്തമായ ചിന്താധാരകൾ കൊണ്ട് പാർട്ടിക്ക് ആയിരം തലവേദനകൾ കൊടുത്ത തലവേദനയല്ല 1000 പൊൻതൂവലുകൾ കൊടുത്ത ദി വൺ ആൻഡ് ഓൺലി എ വിജയരാഘവൻ. പൂരായണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വിജയരാഘവ ചരിതം. സഖാവ് വിജയരാഘവന്റെ വീരഗാഥയുടെ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞാലും തീരില്ല. അതിങ്ങനെ നിർഗളായിട്ട് കിടക്കല്ലേ. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയതും ഈ അടുത്തിറങ്ങിയിട്ടുള്ളതായിട്ടുള്ള തിയറികളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ആദ്യമായിട്ട് കോമ്രേഡ്സിന്റെ സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ്. വേദിയിലേക്ക് പാർട്ടിയെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ എത്തുന്നു എ വിജയരാഘവൻ. പെൺകുട്ടി അവരാദ്യം വന്നിട്ട് ആരെ കണ്ടു? പാണക്കാട്ടെ തങ്ങളെ കണ്ടു. പിന്നെ പോയിട്ട് ആരെ കണ്ടു? കുഞ്ഞാലി കുട്ടിയെ കണ്ടു. അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താണെന്ന് എനിക്ക് പറയാൻ വയ്യ. പോയിട്ടുണ്ട്. സ്ത്രീകളോട് ബഹുമാനം ഇല്ലെങ്കിൽ എന്താ? സ്ത്രീ വിരുദ്ധതയ്ക്ക് ഒരു കുറവുമില്ലല്ലോ. ഇതൊക്കെ എന്ത്? ഇതുപോലെ എന്തെല്ലാം വീരഗാഥകൾ ഉണ്ടെന്നോ വാഴ്ത്തിപ്പാടാൻ. ഭാര്യര് പറയും പോലെ ഇത് അയാളുടെ കാലല്ലേ. കുറച്ച് ദിവസം മുന്നല്ലേ വിജയരാഘവൻ സഖാവ് വളരെ താത്വികമായിട്ടുള്ള ഒരു അവലോകനം നടത്തിയത്. തിരുവനന്തപുരം പഞ്ചിയൂര് പാർട്ടി സമ്മേളനത്തിന് വേണ്ടി വഴിയടച്ച് സ്റ്റേജ് കെട്ടിയത് വിവാദമായപ്പോ വി ജോയ് അടക്കം പലരും മാപ്പ് പറഞ്ഞ് അതിന്ന് തടിയൂരാൻ നോക്കി. ആ സ്ഥാനത്ത് വിജയരാഘവൻ സഖാവ് എന്താ പറഞ്ഞേ? 10 മനുഷ്യൻ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെങ്കിലും ആലോചിക്കേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോലും എന്നാ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. എന്നാ ഒരു കുഞ്ഞു കാർ പോയപ്പോലും ഗതാഗത തടസ്സമുണ്ടാക്കി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതുകൊണ്ടുള്ള ക്യാപ്സ്യൂൾ ആണെന്ന് വിചാരിച്ചോ? നിഹി, ആളുകളെ നടക്കേണ്ടതിന് പകരം കാറിൽ പോണു. അതും കുഞ്ഞു കാറല്ല, വലിയ കാറ്. അങ്ങനെയുള്ള ഭൂർഷ്വാസികളുടെ കണ്ണു തുറപ്പിക്കാനുള്ള വാക്കുകളായിരുന്നു അത്. അങ്ങനെയല്ലേ സഖാവേ? ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? ഇനിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് സാധനം പുറത്തു വരാൻ പോണത്. ഈ ഒരു അവലോകനം നടത്തിയതിനു ശേഷം മൂപ്പരുടെ പേരില് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. എ വിജയരാഘവനല്ല, വർഗീയ വിജയരാഘവനാണെന്നാണ് നാട്ടുവർത്താനം. പ്രിയങ്ക ഗാന്ധി കൂടെ നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില്? പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ന്യൂനപക്ഷ വിഭാഗം വോട്ട് കൊടുത്തത് മൂപ്പർക്ക് പിടിച്ചില്ല. ഉടനെ അവരെ പിടിച്ച് തീവ്രവാദികളാക്കി. വാവ്, ഇതിലും മനോഹരമായി വർഗീയത പറയാൻ വേറെ ഏത് സഖാവിന് പറ്റും? ഒന്നും മനഃപൂർവ്വമല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ? അല്ല, വേറൊരാളുണ്ട്. വിജയരാഘവൻ സഖാവിന്റെ അത്രയ്ക്ക് വർഗീയത പറയാൻ പറ്റില്ലെങ്കിലും കഴിഞ്ഞ ദിവസം മൂപ്പരൊരു എറിഞ്ഞു നോക്കിയിട്ടുണ്ട്. മെക്സൽ വിവാദം വന്നപ്പോ മോഹൻ സഖാവ് പറഞ്ഞു തോന്നില്ലേ? സമീപകാലത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ ഈ സംഘപരിവാർ, SDPI പോലുള്ള മതരാഷ്ട്രവാദികളും തീവ്രവാദികളും എല്ലാം ഇത്തരം പൊതു ഇടങ്ങളിലും പൊതുവേദികളിലും നുഴഞ്ഞു കയറി തങ്ങളുടെ സങ്കുചിതമായ മതരാഷ്ട്രവാദത്തിനും അതുപോലെ വർഗീയ അജണ്ടക്കുമെല്ലാം ഒരു മറയാക്കി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വിഷയത്തിൽ തന്നെ മാറുന്നു. അപ്പൊ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് ന്യൂനപക്ഷ വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണെന്നാണ് വിജയരാഘവൻ സഖാവിന്റെ പുതിയ കണ്ടുപിടുത്തം. അതൊക്കെ വളരെ ക്രൂരമായ ഒരു പരാമർശമാണ്. മാത്രമല്ല, ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് ഒന്നിനു പിറകെ ഒന്നായിട്ട് CPMന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ്. വിജയരാഘവൻ സഖാവിന് നമുക്ക് അറിയണതല്ലേ, വർഗീയതയും വിവാദ പരാമർശങ്ങളും സ്ത്രീ വിരുദ്ധതയും മൂപ്പര് ശീലാക്കിയതാണല്ലോ. എന്തായാലും ഇത്രയും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ സ്ഥിതിക്ക് പാർട്ടി മൂപ്പരെ തിരുത്തായിരിക്കും. അറിയാലോ, CPIM നിങ്ങൾ ഉദ്ദേശിച്ച പാർട്ടി എല്ലാം. ഞങ്ങളുടെ പാർട്ടി PB മെമ്പർ സഖാവ് വിജയരാഘവൻ നടത്തിയ പ്രസംഗത്തിൽ യാതൊരു തരത്തിലും വിമർശനത്തിന് വിധേയമായ ഒരു വാക്കുപോലുമില്ല. വിജയരാഘവൻ സഖാവ് പറഞ്ഞത് തിരുത്തിയില്ല എന്ന് മാത്രമല്ല, പുള്ളി പറഞ്ഞതിൽ ഒരു തെറ്റും കാണാൻ കഴിഞ്ഞില്ല എന്നാണ് ടീച്ചർ പറയണത്. ടീച്ചർ ഒരു കാര്യം ചെയ്യും, പാർട്ടി ഫണ്ടിന്ന് ഒരു നല്ല കണ്ണട വാങ്ങിച്ചു വെക്കാൻ നോക്ക്. പലതും നല്ല ക്ലിയറായി കാണാൻ വേണ്ടി പറഞ്ഞതാ. വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UDFന്റെയും ജയത്തിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിന്റെയും SDPയുടെയും സഖ്യകക്ഷി എന്ന രീതിയിലുള്ള വോട്ടോട് കൂടിയാണ്. അതിൽ തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. അപ്പൊ വിജയരാഘവൻ സഖാവിന്റെ വർഗീയതയ്ക്ക് പാർട്ടി വക ക്രിസ്റ്റൽ ക്ലിയർ സർട്ടിഫിക്കറ്റ്. പാർട്ടി ഇപ്പൊ തിരുത്തും എന്ന് പറഞ്ഞ് കാത്തിരുന്ന് നമ്മളിപ്പോ ആരായി? ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോള് കണ്ടു. വിജയരാഘവൻ UDFന്റെ
ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ടല്ലൊരു ട്രോള്. സത്യത്തിൽ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സതീശേട്ടൻ ആ പറഞ്ഞതില് ഒരു തിരുത്തുണ്ടിട്ടാ. ഇങ്ങനെയാണ് പോക്കുന്നുണ്ടെങ്കിൽ വിജയരാഘവൻ സഖാവ് മാത്രമല്ല, വിജയരാഘവൻ സഖാവിനെ സപ്പോർട്ട് ചെയ്തവരും UDFന്റെ ഐശ്വര്യമായിരിക്കും. വിവാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ക്രിസ്മസ് അല്ലേ വരുന്നത്, നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാം. എല്ലാരും ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലായിരിക്കും അല്ലേ? നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലാണ്, പ്രത്യേകിച്ച് BJP നേതാക്കളും. എന്തേ ഞെട്ടിയ? ഹൈ, മതസൗഹാർദ്ദമാണ് മക്കളെ. ഇതൊക്കെ എന്ത്? പ്രധാനമന്ത്രി ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നു, ഇവിടുത്തെ BJP നേതാക്കള് ഇവിടുത്തെ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരു സെലിബ്രേഷൻ മൂഡാണ്. ഇതൊന്നും ക്രൈസ്തവ വിശ്വാസികളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ മതസൗഹാർദ്ദം, വെറും മതസൗഹാർദ്ദം. പാലക്കാട് ചിറ്റൂരിൽ ക്രിസ്മസ് ആഘോഷം നടന്ന VHP പ്രവർത്തകർ പിടിയിൽ. നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷമാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചാൽ മതിയെന്ന് പറഞ്ഞ വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അലങ്കോലമാക്കിയത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ് ഈ VHP എന്ന് പറഞ്ഞത്? വിശ്വഹിന്ദു പരിഷത്തില് ഒന്നുമില്ല, ചോദിച്ചെന്നുള്ളൂ. പിന്നെ അല്ലാണ്ട് ഡിസംബറിലാണോ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ഓരോ മാസവും ഓരോ ശ്രീകൃഷ്ണ ജയന്തി. അതാണ് ഞങ്ങളുടെ VHP പ്രവർത്തകരുടെ ലക്ഷ്യം. ക്രിസ്മസ് ആഘോഷിക്കുന്നവർക്ക് നേരെ അതിക്രമം അഴിച്ചു വിടും. സ്കൂളിലെ കുട്ടികളെയും ടീച്ചർമാരെയും ഭീഷണിപ്പെടുത്തി അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാവും? ഒന്നും നോക്കില്ല, നല്ലേപ്പള്ളിയിലെ യുവജന സംഘടനകൾ എല്ലാരും കൂടി ചേർന്ന് ഒരു സൗഹൃദ കരോൾ അങ്ങോട്ട് സംഘടിപ്പിച്ചു. എന്നാലും പ്രധാനമന്ത്രി തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ച് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധി പറഞ്ഞിട്ട് ആരായിരിക്കും? BJPയുടെ ഭാരവാഹികളായിരുന്ന BJPയുടെ സജീവ പ്രവർത്തകരായ ആളുകൾ തന്നെയാണ് ഈ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് BJP വിട്ട് പോയിട്ടുള്ള ചില ആളുകളുടെ പങ്കാളിത്തം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷം തടഞ്ഞത് ആരുടെ ബുദ്ധിയാണെങ്കിലും വളരെ നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഗണത്തിൽപ്പെട്ട ആരെങ്കിലും പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിന് പകരം ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കണമെന്ന് പറഞ്ഞു വരുമോ എന്തോ? അതെ, റിയൽ വർഗീയവാദികൾ പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. ഇവിടെ ഇതൊന്നും നടക്കില്ല മക്കളെ. എന്നാ ശരി, ഞങ്ങൾ പോയി ക്രിസ്മസ് ആഘോഷിച്ചിട്ട് വരാം. ഹാപ്പി ക്രിസ്മസ്.